മാനത്തെ കൊട്ടാരം സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിക്രം വർഷയുടെ വീട്ടിലെത്തുവാണ്. എന്നിട്ട് മാധവൻ നായരോടും വീട്ടിലുള്ള എല്ലാവരോടുമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുവാണ്. വിക്രം പറയണേ, ഞാൻ എൻ്റെ കഠിനാധ്വാനം കൊണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ വലിയൊരു നിലയിലെത്തി. വലിയൊരു ബിസിനസ്സുകാരനാണ്. ഇപ്പോൾ എൻ്റെ കമ്പനിയായ വി ഇൻ്റർനാഷണലിന് എല്ലാ സ്ഥലത്തും ബ്രാഞ്ചുകളുണ്ട്. ഇത്രയൊക്കെ സൗഭാഗ്യങ്ങളുണ്ടായിട്ടും എനിക്ക് എൻ്റെ സന്തോഷങ്ങൾ പങ്കുവെക്കാൻ ഒരു കുടുംബമില്ല. സത്യം പറഞ്ഞാൽ നിങ്ങളെ കാണുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട്. ഇതുപോലൊരു കുടുംബം ഞാനും ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ വളച്ചുകെട്ടാതെ കാര്യത്തിലേക്ക് വരുവാണ്. ഇവിടുത്തെ വർഷയെ എനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട്. ഞാൻ എൻ്റെ ആഗ്രഹം നിങ്ങളോട് പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങളുടെ തീരുമാനം എന്താണെങ്കിലും എന്നെ അറിയിക്കണം. എനിക്കറിയാം ഞാനിങ്ങനെ പെട്ടെന്നൊന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഷോക്കായിട്ടുണ്ടാകുമെന്നും. നിങ്ങൾ ആലോചിച്ചൊരു മറുപടി പറഞ്ഞാൽ മതി. എന്നാൽ ശരി, ഇറങ്ങട്ടെ മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിയുടെ കാലുവിന് അനുഗ്രഹമൊക്കെ വാങ്ങിക്കുന്നുണ്ട്. പിന്നീട് മാധവൻ നായരുടെയും ചന്ദ്രികയുടെയും ഒക്കെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ട് വിക്രം അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുവാണ്. ഇറങ്ങാൻ നേരം വർഷയൊന്ന് നോക്കുന്നുണ്ട് കേട്ടോ. വർഷയാണെങ്കിൽ ആകെ അമ്പരന്ന് നിൽക്കുവാണ്. ഈ വാർത്ത അറിഞ്ഞതോടെ വീട്ടിലെല്ലാവരുടെ അവസ്ഥ ഇത് തന്നെയാണ് കേട്ടോ. ആർക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ സമയം പ്രകാശനും മനോജിനും ആണെങ്കിൽ ലോട്ടറി അടിച്ചതുപോലെ രണ്ടാൾക്ക് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി ഇങ്ങനെ നിൽക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് വർഷയെ ബ്രെയിൻ വാഷ് ചെയ്യാൻ വന്ന മനോജിനെയാണ് കേട്ടോ. മനോജ് പറയണേ, മോളെ എന്തുകൊണ്ടും നിനക്ക് നല്ലൊരു ബന്ധം. ഈ ബന്ധം നടന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും രക്ഷപ്പെടും. നിനക്ക് രാജകുമാരിയെ പോലെ ജീവിക്കാം. മാത്രമല്ല എൻ്റെ സ്റ്റാർട്ടപ്പ് ബിസിനസ് തുടങ്ങാനായിട്ട് ഈ വിക്രം അകമഞ്ഞ് സഹായിക്കുകയും ചെയ്യും. ഈ സമയം വന്ദന അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ മനോജ് അവിടെ നിന്ന് പോകുമ്പോൾ വന്ദന ചോദിക്കണേ, എന്തായി വർഷേ, ഏട്ടന്മാർ നിനക്ക് സൗകര്യം തരുന്നില്ല അല്ലേ? അവരൊക്കെ വിക്രമിൻ്റെ പണം കണ്ട് കണ്ണവൻ കളിച്ചിരിക്കുക. ഇതിൽ തീരുമാനം എടുക്കേണ്ട നീയാണ്. നിൻ്റെ ജീവിതം ഇത്. നിനക്കെന്താണോ ശരിയെന്ന് തോന്നുന്നത് അത് ചെയ്യുക. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം ജഗൻ ഒരാളെ അടിച്ച് ശരിയാക്കുവാണ് കേട്ടോ. ഈ സമയം വന്ദനയും കൂടെ ഒരു പെൺകുട്ടിയും കൂടി അതുവഴി വരുമ്പോൾ ജഗൻ ഒരാളെ പെരുമാറുന്നത് വന്ദന കാണുവാണ്. അങ്ങനെ ജഗൻ അസലൊരു ഗുണ്ടയാണെന്നുള്ള വന്ദനയുടെ മനസ്സിലുള്ള ധാരണ ഊട്ടിയുറപ്പിക്കും വിധമുണ്ട് ഓരോ ദിവസവും ജഗൻ പെരുമാറുന്നത്. അങ്ങനെ ജഗനാണെങ്കിൽ വന്ദനയെ കാണുന്നില്ല. അയാളെ അടിച്ച് ശരിയാക്കിയതിനു ശേഷം ജഗൻ തിരിയുമ്പോഴായിരിക്കും കേട്ടോ വന്ദനയെ കാണുന്നത്. ഈ സമയം വന്ദന വളരെ ദേഷ്യത്തോടെ ജഗനെ നോക്കുന്നുണ്ട്. അന്നേരം ജഗനാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാതെ ടെൻഷനോടെ വന്ദനയുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ഇതാണ് ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ.